ഇനി മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടാനുള്ള നിയമമൊന്നും പാലിക്കരുത്. അതെന്താ നേതാവേ, മണ്ണെണ്ണ കിട്ടാനില്ലേ? അതല്ലെന്ന്, മണ്ണെണ്ണയ്ക്ക് പകരം നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെച്ച് കഴിച്ചോണം. അല്ല, അങ്ങനെ ആരാപ്പ പറഞ്ഞത്? അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, അല്ലാതാരും. ഇപ്പൊ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. കാട്ടുപന്നിയെ വെടിവെച്ച് വീഴ്ത്തിയാൽ ലൈസൻസ് ഉള്ള തോക്ക് വേണം. കൊട്ടിയൂർ ആർക്കെങ്കിലും ലൈസൻസ് ഉള്ള തോക്കുണ്ടോ? റോയി ഒരാൾക്കാണ്. കൊട്ടിയൂർ പഞ്ചായത്ത് ദിവസം സാക്ഷ്യപ്പെടുത്തുന്നത്. കൊട്ടിയൂർ പഞ്ചായത്തിൽ ആകെ ഒരാൾക്കാണ് ലൈസൻസ് തോക്ക്. പിന്നെ എവിടുന്ന് പന്നിയെ വെടിവെക്കും? എന്റെ അഭിപ്രായത്തിൽ CP ജോൺ പന്നിയെ വെടിവെച്ചാൽ അത് ഇപ്പം മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണം. എന്റെ അഭിപ്രായത്തിൽ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുന്നതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കണം. ഇക്കഴിഞ്ഞ ദിവസം UDFന്റെ മലയോര സമരയാത്രയുടെ ഭാഗമായി കൊട്ടിയൂരിൽ നടന്ന പൊതുയോഗത്തിലല്ലേ MLAയുടെ കാട്ടുപന്നി റെസിപ്പി? വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കണം. അവിടെ ഇപ്പം ലൈസൻസ് ഉള്ള തോക്കുള്ളവർക്ക് കാട്ടുപന്നിയെ വെടിവെച്ച് വീഴ്ത്താൻ സർക്കാർ ഉത്തരവുള്ളപ്പോഴാണ് ഈ കുക്കറി ഷോയെ കുറിച്ചുള്ള ടോക്ക്. സംഭവം ഇപ്പം അവിടെ ഒരാൾക്ക് മാത്രമാണ് ലൈസൻസ് ഉള്ള തോക്ക് കൈവശമുള്ളത്. അപ്പൊ പിന്നെ ബാക്കിയുള്ളവര് എങ്ങനെ വെടിവെക്കും? പ്രതിപക്ഷ നേതാവിനെയും KPCC പ്രസിഡന്റിനെയും UDF കൺവീനറിനെയും കക്ഷി നേതാക്കന്മാരെയും AICC ജനറൽ സെക്രട്ടറിമാരെയും മുന്നിലിരുത്തി UDF വന്നാൽ കാട്ടുപന്നിയെ വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കാനുള്ള നിയമം കൊണ്ടുവരുമെന്ന് ഘോരഘോരമായി പ്രസംഗിക്കുകയല്ലായിരുന്നോ? ഞാൻ ഈ യോഗത്തിൽ പരസ്യമായിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവിന്റെയും KPCC പ്രസിഡന്റിന്റെയും UDF കൺവീനറുടെയും കക്ഷി നേതാക്കന്മാരുടെയും AICC സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ പറയുന്നു, UDF വന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കാൻ നിയമം വേണം. അല്ല, ഇനിയിപ്പോൾ DCC ഓഫീസിൽ കുക്കിംഗ് ക്ലാസ് തുടങ്ങുമോ? അപ്പോ നമ്മൾ ഇന്നത്തെ പരിപാടി സംഗതി വന്യജീവിയൊക്കെ തന്നെയാ, പക്ഷേ കൃഷിയെ തൊട്ട് കളിച്ചാൽ കറിയാക്കുമെന്നാണോ പറയണത്? വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കണം. അതിനിപ്പോ എന്താ, നമ്മുടെ ആമാശം നിറയണ കാര്യം പറയുന്നത് തെറ്റാണോ? കറിയാക്കിയാല് വേണ്ടെന്ന് പറയോ ഈ നേതാക്കന്മാര്? ആരെങ്കിലും എന്തെങ്കിലും വാങ്ങിച്ചു തന്നാലേ അങ്ങനെ വലിച്ചു വരുത്തുന്ന ശീലം എനിക്ക്. തള്ളുന്നതിന് ഒരു മയമൊക്കെ വേണ്ടേ എന്നാണ് പ്രസംഗം കേട്ട ജനങ്ങൾ ചോദിക്കുന്നത്. KPCC ഓഫീസിൽ പന്നിയിറച്ചി ലേലത്തിൽ വിറ്റുപോയ പോലെയല്ലേ MLA പറയുന്നതെന്നും ചോദിക്കുന്നവരുണ്ട്. എനിക്ക് ഇവരെ പോലെ കഞ്ഞിയുമില്ല, നിങ്ങളെ പോലെ ഫ്രൂട്ട്സും ഇല്ല, മിത ഭക്ഷണം. ഇപ്പറയുന്ന കോൺഗ്രസ് ഭരണകാലത്ത് തന്നെയല്ലേ സാറേ വനം നിയമം കൊണ്ടുവന്നത്? അത് പുള്ളി മറന്നിട്ടാണോ ഈ പ്രസംഗം നടത്തിയത്? സോണിയാഗാന്ധിയോട് ചോദിക്കേണ്ടിയിരിക്കുന്നു. കാട്ടുപന്നിക്കറി വെക്കാൻ ഇനി വെളിച്ചെണ്ണയില്ലെങ്കിൽ പഞ്ചാബിൽ നിന്നിനി കേരളത്തിലേക്ക് സൺഫ്ലവർ ഓയിൽ ഇറക്കുമെന്ന് പറയുമോടെ? മൂപ്പറുടെ ലിസ്റ്റിൽ കാട്ടുപന്നി മാത്രമല്ല കേട്ടോ, കുരങ്ങനും ഉണ്ടെന്നാ കേട്ടെ. കുരങ്ങിന്റെ കാര്യത്തിൽ യാതൊരു നടപടിയില്ല. എന്തായാലും കോൺഗ്രസില് അടുത്ത മുഖ്യമന്ത്രി ആര് എന്നതിനെ കുറിച്ചുള്ള ചർച്ച പോലും അനുവദിക്കില്ലെന്നാണ് ഹൈക്കമാൻഡ് പോലും പറഞ്ഞത്. അനവസരത്തിലാണല്ലോ കോൺഗ്രസിലെ മുഖ്യമന്ത്രി കസേരയ്ക്കായുള്ള വടംവലി എന്ന് ഹൈക്കമാൻഡ് ചോദിച്ചു പോലും. അതിനെയാണല്ലേ ഇരിക്കുന്നതിന് മുൻപ് കാല് നീട്ടുക എന്ന് പറയുന്നത്.